മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് SN സം ഓഫ് n ടേംസ് തന്നാൽ എന്ത് ടേം ഓഫ് ആൻ AP കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. AN = SN - SN - 1. Yeah, if the sum of m terms of an AP arithmetic progression is given, then find the nth term of AP of this AP. ഈ തന്നിരിക്കുന്ന APയുടെ nth ടേം കാണുക. SN തന്നിട്ടുണ്ട്. SN എത്രയാണ്? സം ഓഫ് n ടേംസ് n × 4n + 1. SN തന്നാൽ AN കണ്ടുപിടിക്കാൻ, nth ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. nth ടേം AN = SN - SN - 1. SN ആണിത്. അപ്പോൾ SN - 1 കാണണമെങ്കിൽ ഈ n ഉള്ളിടത്തെല്ലാം n - 1 ഇട്ട് കൊടുത്താൽ മതി. n ഉള്ളിടത്ത് ഇത് SN ആണ് തന്നേക്കുന്നത്. അപ്പോൾ SN - 1 കാണാൻ n ഉള്ളിടത്തെല്ലാം n - 1 ഇട്ട് കൊടുത്താൽ മതി. n-ൻ്റെ സ്ഥാനത്തല്ല. n - 1 × 4 × n - 1, 4n ഉള്ളിടത്ത് n - 1 + 1 = n - 1 × 4 × n - 1 എന്ന് പറയാം 4n - 4 + 1. ദാറ്റ്സ് ഈക്വൽ ടു n - 1 × 4n - 4 + 1. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം -3. That's equal to n - 1. n ഇട്ട് ഇതിനെ ഗുണിക്കുക, -1 ഇട്ടും ഗുണിക്കുക. ഇത് ഗുണിച്ചങ്ങ് എഴുതുക, സിംപ്ലിഫൈ ചെയ്ത്. n × 4n², 4n എന്ന് പറഞ്ഞാൽ 4n². n × -3 എന്ന് പറഞ്ഞാൽ -3n. ഇനി -1 വെച്ച് ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യുക. -1 × 4n -4n, -1 × -3 + 3. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 4n² -3n - 4n ലൈക്ക് ടേംസ് ആണ്. രണ്ടും മൈനസ് ആയതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. -3x - 2x എന്ന് പറഞ്ഞാൽ -5x, -3n -4n -7n രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. -3n -4 7n + 3. ഇനി എന്ത് ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? SN എന്ന് പറയുന്നത് n × 4n + 1. n × 4n + 1, അതായത് n വെച്ച് ഇൻറ്റു ചെയ്യണം. n × 4n 4n² + n × 1 n. നമുക്ക് nth ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? SN - SN - 1. SN നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. n × 4n + 1 എന്ന് പറഞ്ഞാൽ 4n² + n. ഈ n ഇതിനകത്തോട്ട് കയറ്റി ഗുണിച്ചു. ഈ SN - 1 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. SN എത്രയാണ്? 4n² + n - SN - 1, അതായത് 4n² - 7n + 3 ഈക്വൽ ടു 4n² + n. 4n² + n. ഈ മൈനസ് ഓഫ് ഇട്ട് ഇതിനെ ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ചിഹ്നം നേരെ അങ്ങ് തിരിഞ്ഞാൽ മതി. മൈനസ് ഓഫ് ഇടുക എന്ന് പറഞ്ഞാൽ ഈ 4n² അങ്ങ് -4n² ആകും. -7 അങ്ങ് +7n ആകും. -7n +3 അങ്ങ് -3 ആകും. ഈ 4n² 4n² ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഒരു +1n ഉണ്ട്, +7n ഉണ്ട്. +1n +7n കൂടെ കൂട്ടിയാൽ 8n. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു -3. 8n - 3, അതാണ് എന്ത് ടേം? 8n - 3. AN = 8n - 3. Sum of 10 terms of AP 50, 46, 42, etc. ഇവിടെ A = 50, D = 46 - 50, that is -4. വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. എയും ഉണ്ട്, ഡിയും ഉണ്ട്. ഇവിടെ n എന്ന് പറയുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്. 10, അതായത് SN S10 = n/2 × 2a + n - 1 × d. ഇവിടെ ഡിയും അറിയാം, എന്നും അറിയാം, എയും അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 10/2 × 10/2. ദാറ്റ് ഈസ് 10/2. എന്നിന് വാല്യൂ കൊടുക്കുക. n/2 × 2a + n - 1 × d. എയും ഡിയും അറിയാം. 10/2 × 2a +
n-1 n ഉള്ളിടത്തെല്ലാം 10 കൊടുക്കുക ഇൻറ്റു -4 d. എയും ഉണ്ട് ഡിയും ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 ഇൻറ്റു 50 ഗുണം 2 100 പ്ലസ് 9 ഗുണം -4 ദാറ്റ് ഈസ് 5 ഇൻറ്റു 100 മൈനസ് 36. 100ൽ നിന്ന് 36 പോയാൽ എത്ര വരും? 64 ഗുണം 5 സമം 5 ഗുണം 64 സമം 320 വരും. Sum of 10 terms of this AP. Find the sum of 10 terms of this AP. Sn equal to n/2 into 2a plus n-1 into d. n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് ടേംസ് 10 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, എ എന്ന് പറയുന്നത് 50, ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 46 മൈനസ് 50 വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ഉറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. 50 46 പോകാം 4 -4 വലുതിൻ്റെ ചിഹ്നം 50ൻ്റെ ചിഹ്നം നെഗറ്റീവ്. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വില 10/2 ഇൻറ്റു 2 ഇൻറ്റു എ 50 പ്ലസ് n-1 എന്നിവിടെ 10 ആണ്. 10 - 1 ഇൻറ്റു -4 ഇൻറ്റു -4 10/2 5 ഇൻറ്റു 50 ഇൻറ്റു 2 100 പ്ലസ് 9 ഇൻറ്റു 10 9 ഇൻറ്റു -4 അതായത് 5 ഇൻറ്റു 100 മൈനസ് 36 5 ഇൻറ്റു 64 320 വരെ ഉത്തരം. ABCR in AP in arithmetic progression, then B is known as the arithmetic mean. B is known as the arithmetic mean of A and C, that is B equal to A plus C by 2. If A, B, C are 3 terms in AP, then B is known as the arithmetic mean of A and C, and B is arithmetic mean of A and C is A plus C by 2. If A, B, C are 3 terms in AP, then B is known as the arithmetic mean of A and C. Then B is equal to A plus C by 2. B is known as the arithmetic mean of A and C. Arithmetic mean എന്ത് ടേം തന്നിട്ടുണ്ട്? an ഈക്വൽ ടു 1 മൈനസ് 4n. അപ്പോൾ a1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? a1 ഈക്വൽ ടു 1 മൈനസ് 4 ഇൻറ്റു 1 ഈക്വൽ ടു 1 മൈനസ് 4 ഈക്വൽ ടു -3 വരും. a1 -3. a2 നമുക്ക് തരാം 1 മൈനസ് 4 ഇൻറ്റു 2 എന്നിൻ്റെ അവിടെ 2 കൊടുത്താൽ മതി. 1 മൈനസ് 8 ഈക്വൽ ടു -7. അപ്പോൾ a2ഉം a1ഉം കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി ഡി കാണണമെങ്കിൽ. ഡി ഈക്വൽ ടു a2 മൈനസ് a1 ദാറ്റ് ഈസ് -7 മൈനസ് -3 ഈക്വൽ ടു -7 പ്ലസ് 3 ഈക്വൽ ടു വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -4. ഇപ്പോൾ a2 ആയി. n എത്രയാണ്? 25 എന്ന് തന്നിട്ടുണ്ട് n. അപ്പോൾ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ആദ്യത്തെ ടേമും ഉണ്ട്, എന്നും ഉണ്ട്, ഡിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 25/2 ഇൻറ്റു 2 ഇൻറ്റു ആദ്യത്തെ ടേം എത്രയാണ്? -3 പ്ലസ് 25 - 1 ഇൻറ്റു -4 25/2 ഇൻറ്റു -6 പ്ലസ് 24 ഇൻറ്റു -4 25/2 ഇൻറ്റു -6 -4 is 25/2 96 25/2 ഇൻറ്റു -102 2 10 51 25 51
മൈനസ് 1275 കിട്ടും ഉത്തരം. മൈനസ് 1275 കൂടെ പറയാം. ഇവിടെ എന്ത് ടേം തന്നിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് കാണാനാണ്. എൻ എന്ന് പറയുന്നത് 1 - 4 അപ്പോൾ A1 എന്ന് പറയുന്നത് 1 - 4 × 1 എന്നിന് വരെ 1 കൊടുക്കുന്നു ഫസ്റ്റ് ടേം കാണാൻ. 1 - 4 ഈക്വൽ ടു -3. A2 എന്ന് പറയുന്നത് 1 - 4n 1 - 4 × 2 ഈക്വൽ 8 ഈക്വൽ ടു -7. A2 കിട്ടി, A1 കിട്ടി. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ A2 - A1 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. -7 -3 -7 + 3 ഈക്വൽ ടു വലിയ ചെറുത് കുറച്ച് വലിയ ചിഹ്നം -4. Sn ഈക്വൽ ടു n/2 × 2a + n - 1 × d. ഇതിലെല്ലാം ഉണ്ട്. നമുക്ക് n അറിയാം, a അറിയാം, d അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 25/2 × 2 × a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുവച്ചു. ഫസ്റ്റ് ടേം 2 × ഫസ്റ്റ് ടേം A1 എത്രയാണ്? -3 + 25 n 25 -1 × d -4 ഈക്വൽ ടു 25/2 × -6 + 24 × -4 ഈക്വൽ ടു 25/2 × -6 - 26 is 25/2 × -102 is cut ചെയ്യുന്ന 51. 25 × -51 that is -1275 കിട്ടും. സം ഓഫ് 25 ടേംസ് കാണാൻ an തന്നിട്ടുണ്ട്. ഇതിൽ n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, n-ന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. d ഉണ്ട്, n നമ്പർ ഓഫ് ടേംസ് 25 തന്നിട്ടുണ്ട്, a ഉണ്ട്. സം ഓഫ് n ടേംസ് ഓഫ് an is n/2 × 2a + n - 1 × d. ഇവിടെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വില കിട്ടും -1275. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഫോർമുല n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേംസും എല്ലാം തന്നിട്ടുണ്ടായത് ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വെക്കേഷനുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് നല്ലതുപോലെ തിയറിയും പ്രോബ്ലംസും ഒക്കെ പ്രാക്ടീസ് പ്രോബ്ലംസൊക്കെ എല്ലാം ചെയ്ത് പഠിക്കുക. നമുക്ക് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും കണക്കുകളെല്ലാം. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.